വീണ്ടും പുലിവാല് പിടിച്ച് രാഹുൽ ഗാന്ധി. വിവാദമായത് രാഹുൽ ഗാന്ധി ഇൽഹാൻ ഉമർ കൂടിക്കാഴ്ച. കടുത്ത വിമർശനവുമായി ബി.ജെ.പി. തന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെ വീണ്ടും പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. യോഗങ്ങളിൽ രാഹുൽ നടത്തുന്ന RSS മോദി വിരുദ്ധ പ്രസംഗങ്ങൾ ബി.ജെ.പി. നേതാക്കളെ ചെറിയ രീതിയിലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. വിദേശത്ത് പോയാൽ രാജ്യത്തെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധി പതിവാക്കിയിരിക്കുകയാണെന്ന് അമിത് ഷാ ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മിനസോട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഒമറുമായി രാഹുൽ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ഇൽഹാൻ ഒമറുമായി രാഹുൽ നടത്തിയ കൂടിക്കാഴ്ച കടുത്ത ഇന്ത്യ വിരുദ്ധതയെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇൽഹാൻ ഉമർ രാഹുൽ കൂടിക്കാഴ്ച ബി.ജെ.പിയെ ചൊടിപ്പിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവേചനത്തിനിരയാകുന്നുവെന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ഇൽഹാൻ ഉമർ. കേന്ദ്ര സർക്കാരിനെതിരെയും ബി.ജെ.പിക്കെതിരെയും 2019 മുതൽ തുടർച്ചയായി ഇൽഹാൻ ഉമർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. US കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് സൊമാലിയൻ വംശജയായ ഇൽഹാൻ ഒമർ. 2019 ഇന്ത്യക്കെതിരായ ഇൽഹാൻ ഒമറിന്റെ ആദ്യ വിമർശനം. ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരെ ആഞ്ഞടിച്ച ഇൽഹാൻ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് വിമർശിച്ചിരുന്നു. 2022 ജൂണിൽ ഇൽഹാൻ ഒമർ പാകിസ്ഥാൻ സന്ദർശിച്ചു. അന്ന് മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടക്കമുള്ള നേതാക്കളെ സന്ദർശിച്ച അവർ പാക് അധീന കശ്മീരിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. ഇതോടെയാണ് അവർ ഇന്ത്യയുടെ കണ്ണിലെ കരടായി മാറിയത്. ഇൽഹാന്റെ നടപടി അപലപനീയമാണെന്നാണ് അന്ന് ഇന്ത്യ നടത്തിയ പ്രതികരണം. 2022 ജൂണിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട US കോൺഗ്രസിൽ ഇൽഹാൻ പ്രമേയം അവതരിപ്പിച്ചു. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിരുന്നു. അന്ന് മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ചാണ് ഇൽഹാൻ പ്രതിഷേധം അറിയിച്ചത്. 2023 സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ട ഇൽഹാൻ രംഗത്തെത്തിയിരുന്നു. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടിക്കെതിരെയും ഇൽഹാൻ പ്രതിഷേധിച്ചിരുന്നു. ഇങ്ങനെ കാലങ്ങളായി ഇന്ത്യക്കെതിരെ പ്രതിഷേധങ്ങൾ നടത്തുകയും തരം കിട്ടുമ്പോഴെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ അപമാനിക്കുകയും ചെയ്യുന്ന ഇൽഹാനുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത് മാതൃരാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന വികാരമാണ് ബി.ജെ.പി. നേതാക്കൾ പങ്കുവയ്ക്കുന്നത്.